നമുക്ക് ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. മൃദു ക്രപ്റ്റ് അപ് ടു ദ വിൻഡോ. മൃദു എന്ത് ചെയ്തു? ഷി ക്രപ്റ്റ് അപ് ടു ദ വിൻഡോ. ജനാലയിലേക്ക് അവൾ വലിഞ്ഞു കയറി. ലല്ലി വാസ് സിറ്റിംഗ് എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ. ലല്ലി കുറച്ച് അകലെ ഇരിക്കുന്നത് കണ്ടു. ലല്ലി കൊണ്ട് നോക്കുമ്പോഴേ ലല്ലി കുറച്ച് അകലെ ഇരിപ്പുണ്ട്. ഓക്വേർഡ്ലി ഹോൾഡിങ് ഹെർ വയലിൻ ആൻഡ് ബ്രോസ്ട്രിങ്. അവളുടെ വയലിനും ബോസ്ട്രിങ്ങും ഒക്കെ ഇങ്ങനെ ഓക്വേർഡായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഹെർ എൽബോസ് ജെറ്റിംഗ് ഔട്ട്. അവളുടെ കൈമുട്ടുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ആൻഡ് ഹെർ ഐസ് ഗ്ലേസ്ഡ് വിത്ത് കോൺസെൻട്രേഷൻ. വലിയ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങിയിരുന്നു. എന്താ കോൺസെൻട്രേഷൻ? മാസ്റ്റർ പഠിപ്പിക്കുമ്പോൾ കേട്ട് ചെയ്യണ്ടേ, അതിനുള്ള കോൺസെൻട്രേഷനാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ, അവളുടെ മുന്നിൽ, വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ബാക്ക് ടു ദ വിൻഡോ, ജനലിൻ്റെ ഭാഗത്തേക്ക് പുറംതിരിഞ്ഞ്, വാസ് ദ ബോണി ഫിഗർ ഓഫ് മ്യൂസിക് മാസ്റ്റർ. അവിടെ മ്യൂസിക് മാസ്റ്റർ ഇരിപ്പുണ്ട്, ജനാലയ്ക്ക് പുറംതിരിഞ്ഞായിരിക്കുന്നത്. ഹിയർ മോസ്റ്റ്ലി ബോൾട്ട് ഹെഡ്സ്. അദ്ദേഹത്തിന് മിക്കവാറും നല്ല കഷണ്ടിയാണ്. വിത്ത് എ ഫ്രഞ്ച് ഓഫ് ഓയിൽഡ് ബ്ലാക്ക് ഹെയർ. ഓയിൽഡ് ബ്ലാക്ക് ഹെയർ ഉണ്ട് പുള്ളിക്ക്. ബാക്കി പുറകിൽ ഇങ്ങനെ കഷണ്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുടി ഇങ്ങനെ എണ്ണയൊക്കെ പരണ്ടിട്ടുണ്ട്. അതിങ്ങനെ ഫോളിങ് അറൗണ്ട് ഈസ് ഇയർ. അതിങ്ങനെ പുറകിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക. അതേ ചിത്രത്തിൽ കാണാമല്ലോ. ആൻ ഓൾഡ് ഫാഷൻഡ് ടഫ്റ്റ്. പഴയ രീതിയിൽ ആൾക്കാർക്കൊക്കെ മുടി ഇങ്ങനെ നീട്ടി വളർത്തുമ്പോൾ അല്പം ജട കെട്ടിയ പോലെ ഇരിക്കുന്നത്. കുറച്ച് മുടിയേ ഉള്ളെങ്കിൽ അതിങ്ങനെ ചുരുണ്ട് പുറകിലിങ്ങനെ ഇരിക്കുന്നു. എ ഗോൾഡ് ചെയിൻ ഗ്ലീംഡ് റൗണ്ട് ഹിസ് ലെതറി നെക്ക്. അദ്ദേഹത്തിൻ്റെ ലെതറി നെക്കിൻ്റെ അവിടെ ഗോൾഡ് ചെയിൻ തിളങ്ങിയിരുന്നു. സ്വർണ്ണ ചെയിനിട്ടുണ്ട്, അതിൻ്റെ തിളക്കം കാണാം. കഴുത്തങ്ങനെ ലെതറിയാണ്. അതായത് പ്രായം ചെന്ന് മെലിയുമ്പോൾ അല്പം തൊലി ചുക്കുചുളിഞ്ഞായിരിക്കുന്നത്. അതുകൊണ്ടാണ് ലെതറി എന്ന് പറയുന്നത്. അറൗണ്ട് ഹിസ് ലെതറി നെക്ക് ആൻഡ് എ ഡയമണ്ട് റിങ് ഗ്ലിറ്റേർഡ് ഓൺ ഹിസ് ഹാൻഡ്. കയ്യിലൊരു രത്നക്കല്ലുണ്ട്, ഡയമണ്ടിൻ്റെ ഒരു റിങ് ഉണ്ട്, ഒരു മോതിരമുണ്ട്. ആൻഡ് എ ഡയമണ്ട് റിങ് ഗ്ലിറ്റേർഡ് ഓൺ ഹിസ് ഹാൻഡ്. കയ്യിലൊരു വജ്രമോതിരം തിളങ്ങുന്നുണ്ട്. ആസ് ഇറ്റ് ഗ്ലൈഡഡ് അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെം ഓഫ് ദ വയലിൻ. വയലിൻ്റെ സ്റ്റെമ്മിൽ അത് മുന്നോട്ടും പിന്നോട്ടേക്ക് ഇങ്ങനെ കൈ ഓടുമ്പോൾ നമുക്ക് തിളങ്ങുന്ന വജ്രം കാണാം, ആ മോതിരം കാണാം. എ ലാർജ് ഫുട്ട് സ്റ്റക്ക് ഔട്ട് ഫ്രം ബെനീത്ത് ഹിസ് ഗോൾഡ് ബോർഡേഡ് വെസ്റ്റീയഡ്ജ്. അയാളുടെ എ ലാർജ് ഫുട്ട്, വലിയൊരു കാല്, സ്റ്റക്ക് ഔട്ട് ഫ്രം ബെനീത്ത് ഹിസ് ഗോൾഡ് ബോർഡേഡ് വെസ്റ്റീയഡ്ജ്. കസവ് മുണ്ടിൻ്റെ അടിയിൽ കൂടെ അയാളുടെ കാലിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ട്. കാലിൻ്റെ പത്തി, ഫുട്സ്, കാൽപ്പത്തികൾ ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. ആൻഡ് ഹി വാസ് ബീറ്റിംഗ് ടൈം ഓൺ ദ ഫ്ലോർ വിത്ത് ദ സ്കോണി ബിഗ് ടു. ആ മെലിഞ്ഞ കാലിൻ്റെ വിരലുകൾ കൊണ്ട് താളം ചവിട്ടുന്നു. ആ താളത്തിൽ ഇങ്ങനെ കാലനക്കുന്നുണ്ട്. ഹി വാസ് ബീറ്റിംഗ് ടൈം ഓൺ ദ ഫ്ലോർ വിത്ത് ദ സ്കോണി ബിഗ് ടു. നീളമുള്ള കാലിൻ്റെ പെരുവിരൽ കൊണ്ട് താളം തട്ടുന്നുണ്ട്. ഹി പ്ലേഡ് എ ഫ്യൂ നോട്ട്സ്. കുറേ നോട്ട്സൊക്കെ പുള്ളി ചെയ്തു. ലല്ലി സ്റ്റംബിൾഡ് ബിഹൈൻഡ്. ലല്ലി ആണെങ്കിൽ മുന്നോട്ട് പോവുകയില്ല. ഷി സ്റ്റംബിൾഡ് ബിഹൈൻഡ്. അവൾ തടഞ്ഞതും വീണു പോവാണ്. ഹെം ഓൺ ഹെയർ വയലിൻ. അവൾ വയലിൻ നല്ലപോലെ വായിക്കുന്നില്ല. ഷീസ് ഡീറൈലിങ്. അതാ വിച്ച് ലുക്ക്ഡ് ക്വൈറ്റ് ഹെൽപ്ലെസ്. വിച്ച് ലുക്ക്ഡ് ക്വൈറ്റ് ഹെൽപ്ലെസ്. എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല, ഹെൽപ്ലെസ് ആയ അവസ്ഥയിലാണ് അവളിപ്പോൾ വയലിൻ വായിക്കുന്നത്. ആൻഡ് അൺഹാപ്പി ഇൻ ഹെർ ഹാൻഡ്സ്. അവളുടെ കൈകൾ ഇങ്ങനെ ചലിക്കുന്നതിൽ അവൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഷീസ് അൺഹാപ്പി. വാട്ട് എ ഡിഫറൻസ്. എന്തൊരു വ്യത്യാസമാണ്. ദി മ്യൂസിക് മാസ്റ്റേഴ്സ് നോട്ട് സീം ടു ഫ്ലോട്ട് അപ്പ് ആൻഡ് സെറ്റിൽ പെർഫെക്റ്റ്ലി ഇൻ ദ ഇൻവിസിബിൾ ട്രാക്സ് ഓഫ് ദ മെലഡി. മ്യൂസിക് മാസ്റ്റർ നോട്ട്സൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഒഴുകുകയാണ്. ആൻഡ് സെറ്റിൽ പെർഫെക്റ്റ്ലി ഇൻ ദ ഇൻവിസിബിൾ ട്രാക്സ് ഓഫ് ദ മെലഡി. മെലഡിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ആ ട്രാക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇറ്റ് വാസ് ലൈക്ക് ദ വീൽസ് ഓഫ് എ ട്രെയിൻ ഫിറ്റിംഗ് സ്മൂത്ത്ലി ഇൻ ടു ദ റെയിൽസ്. റെയിലിൽ കൃത്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന് പോലെയാണ്. വിസിലിംഗ് ലോങ്. അതിങ്ങനെ വിസിലടിച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക ട്രെയിൻ. ആസ് രവി പറഞ്ഞ പോലെ. മൃദു said that huge bearing hand moving effortlessly up the violin stem. വയലിൻ സ്റ്റെമ്മിലൂടെ മുന്നോട്ടും പിന്നോട്ടേക്കും പോകുന്ന ആ ബിയറിംഗ് ഹാൻഡ് ഉണ്ടല്ലോ, മോതിരവിട്ട കൈകൾ,
അതെങ്ങനെയാണ് പോകുന്നത്? മൂവിങ് എഫർട്ട്ലെസ്ലി, യാതൊരു പ്രയാസമില്ല, പ്രയത്നവും കൂടാതെ തന്നെ ഇങ്ങനെ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ആ വിരലുകൾ, ആ കൈകൾ. മേക്കിംഗ് ലവ്ലി മ്യൂസിക്, അതൊരു നല്ല മ്യൂസിക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്വാക്ക്, ദർ വാസ് ലല്ലി ഡീറൈലിങ് അഗെയിൻ. താണ്ടെ ലല്ലി വീണ്ടും പാളം തെറ്റി. അമ്മ കെയിം ദ വെയിൽ ഫ്രം ദ ഗേറ്റ്സ്. വാതിക്കൽ നിന്നൊരു വിളി കേട്ടു. അമ്മ എന്നാരോ നീട്ടി വിളിച്ചു. അമ്മ, ഓ, ആരോ നീട്ടി വിളിക്കുകയാണ്. രവി സെൻഡ് ദാറ്റ് ബെഗർ അവേ, ക്രൈഡ് മദർ. അമ്മ വിളിച്ചു പറഞ്ഞു, ഏട്ടാ ആ ഭിക്ഷക്കാരനെ ഓടിച്ചു വിടൂ. സെൻഡ് ദാറ്റ് ബെഗർ അവേ, ആ ബെഗറിനെ, ആ ഭിക്ഷക്കാരനെ ഓടിച്ചോളൂ. സെൻഡ് ഹിം, പറഞ്ഞു വിടാൻ പറഞ്ഞു. ഫ്രം ദ ബാക്ക് വരാന്ത. എവിടുന്നാണ് വിളിച്ചു പറഞ്ഞത്? പുറകിലുള്ള വരാന്തയിൽ നമ്മൾ വിളിച്ചു പറഞ്ഞു, ആ ഭിക്ഷക്കാരനെ പറഞ്ഞു വിട്. വേർ ഷീ വാസ് ചാറ്റിങ് വിത്ത് താപി. അവിടെ വല്യമ്മയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരമാണ് ഈ ഭിക്ഷക്കാരൻ വന്ന് വിളിച്ചത്. അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആ ഭിക്ഷക്കാരനെ പറഞ്ഞു വിടൂ. ഹി ഹാസ് ബീൻ കമ്മിങ് ഹിയർ എവറി ഡേ ഫോർ ദ പാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ചയെ അയാൾ എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് ടൈം ഹി ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം. ഇപ്പോഴേ ഭിക്ഷയെടുക്കാൻ വേറൊരു വീട് കണ്ടുപിടിക്കേണ്ട സമയമായിരിക്കുന്നു. പാട്ടി എക്സ്പ്ലെയിൻ ടു താപി. പാട്ടി താപിയോട് പറഞ്ഞു. മൃദു ആൻഡ് മീന ഫോളോഡ് രവി ഔട്ട്സ്. രവി പോയ പുറകെ മൃദുവും മീനയും ഇറങ്ങി. അവരും രവിയുടെ പുറകെ പോയി. ദ ബെഗർ വാസ് ഓൾറെഡി ഇൻ ദ ഗാർഡൻ. ചെന്നപ്പോഴുണ്ട് ബെഗർ വാതിക്കടുത്ത ഗാർഡനിൽ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് മേക്കിംഗ് ഹിംസെൽഫ് ക്വയറ്റ് അറ്റ് ഹോം. അയാളെ വീട്ടിൽ വന്ന് നല്ല ശാന്തമായിട്ട് വീടിൻ്റെ വാതിക്കടുത്ത പൂന്തോട്ടത്തിൽ അങ്ങനെ ഇരിക്കാൻ പോവുകയാണ്. ഹാഡ് സ്പ്രെഡ് ഹിസ് അപ്പർ ക്ലോത്ത്സ്. അയാൾ തൻ്റെ തോർത്തൊക്കെ അങ്ങോട്ട് വിരിച്ചു. മേൽമുണ്ട തോർത്ത് ഉദ്ദേശിക്കുന്നത്, അതങ്ങോട്ട് വിരിച്ചു. അണ്ടർ ദ നീം ട്രീ. എവിടെയാണ്? നീം ട്രീയുടെ ചുവട്ടിൽ, വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ. ആൻഡ് വാസ് ലീനിങ് അഗൈൻസ്റ്റ് ഇറ്റ്സ് ട്രങ്ക്. ആ മരത്തിലോട്ട് അയാൾ അങ്ങോട്ട് ചാരിയിരുന്നു. അപ്പറൻ്റ്ലി പ്രിപ്പയർ ടു ടേക്ക് എ ലിറ്റിൽ സ്നൂസ്. അത് കണ്ടാൽ അറിയാം, ചെറുതായിട്ടൊന്ന് ഉച്ചമയക്കത്തിനുള്ള ശ്രമമാണ്. അപ്പറൻ്റ്ലി പ്രിപ്പയർ ടു ടേക്ക് എ ലിറ്റിൽ സ്നൂസ്. ഒന്ന് ചെറുതായി ഉറങ്ങണം, അതിനുള്ള ശ്രമമാണ്. വൈൽ ഹി വെയിറ്റഡ് ഫോർ ദ ആംസ് ടു അപ്പിയർ. ആ സമയത്ത് ഭിക്ഷ വന്നോളുമല്ലോ. ഗോ എവേ സെഡ് രവി. രവി പറഞ്ഞു, സ്റ്റേനായിട്ട് പറഞ്ഞു, പൊക്കോളൂ. ദറ്റ് പാർട്ടി സെയ്സ് ഇറ്റ് ഈസ് ടൈം യു ഫൗണ്ട് അനദർ ഹൗസ് ടു ബെഗ് ഫ്രം. പാർട്ടി പറയുന്നു, നിങ്ങൾ ഇനി ഭിക്ഷ എടുക്കാൻ വേറെ വീട് കണ്ടുപിടിക്കണം കേട്ടോ. ദ ബെഗർ ഓപ്പൺ ഹിസ് ഐസ് വെരി വൈഡ്. അങ്ങോട്ട് മയങ്ങാൻ പോകും. അന്നേരം പെട്ടെന്ന് കണ്ണങ്ങ് തുറന്നു. കണ്ണ് വലിച്ചു തുറന്നു, നല്ല വലുതായിട്ട് കണ്ണങ്ങ് തുറന്നു. ആൻഡ് ഗേസ്ഡ് അറ്റ് ഈച്ച് ഓഫ് ദ ചിൽഡ്രൻ വൺ ബൈ വൺ. ഓരോ കുട്ടിയെ ഇവർ നോക്കി. 3 പേരില്ലേ, ഓരോരുത്തരെ അവർ നോക്കി. ദ ലേഡീസ് ഓഫ് ദിസ് ഹൗസ് ഹി സെറ്റ്. അവസാനം പുള്ളി പറഞ്ഞു, ഇവിടുത്തെ ലേഡീസൊക്കെ ഉണ്ടോ. ലാസ്റ്റ് എന്നെ വോയിസ് ടോക്ക്ഡ് വിത്ത് ഫീലിംഗ്. വളരെ ഫീലിങ്ങോടെയാണ് പറഞ്ഞത്, എന്തോ മനസ്സിൻ്റെ വിഷമം ഉള്ള സൗണ്ടോട് പറഞ്ഞു. ആർ വെരി കൈൻഡ് സോൾസ്. വളരെ നന്മയുള്ളവരാണ് കേട്ടോ, വളരെ കൈൻഡ് സോൾസാണ്, ദയവുള്ളവരാണ്. I have kept my body and soul together on their generosity for a whole week. കഴിഞ്ഞ ആഴ്ച മുഴുവൻ എൻ്റെ മനസ്സ് ശരീരവുമൊക്കെ എല്ലാം അവരുടെ ആ ജനറോസിറ്റിയിലായിരുന്നു. അവരുടെ നന്മ കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച. I cannot believe that they would turn me away. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അവരെന്നെ ഓടിച്ചു വിടുമെന്ന്. I cannot believe, എനിക്ക് വിശ്വസിക്കാനാവില്ല. that they would turn me away, അവരെന്നെ പറഞ്ഞു വിടുമെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. He raised his voice, അയാൾ ഒച്ച ഉയർത്തി. അമ്മ അമ്മ, ഓ. അമ്മയെ വിളിക്കുകയാണ്. അയാൾ വിളിക്കുകയാണ്. സാഡീസ് വെയിൽ മൈറ്റ് ബി. വളരെ ദുഃഖത്തോടെയുള്ള വിളിയാണ്, ഒരു വിലാപം പോലെയാണ്. വെയിൽ മീൻസ് വിലാപം, ഒരു കരച്ചിൽ പോലെയാണ് വിളിച്ചത്. ബട്ട് ഇറ്റ് സഡൻലി വാസ് നോട്ട് ഫീബിൾ. പക്ഷേ അത്ര ഫീബിളൊന്നും ആയിരുന്നില്ല, കുറച്ചോ ദൃഢമായിരുന്നു അവരുടെ കരച്ചിൽ. ഇറ്റ് ബിഗാൻ ഇൻ എ ഡീപ്പ് സ്ട്രോങ് റബിൾ. ആ പറച്ചിൽ കേട്ടാൽ, അമ്മ എന്നുള്ള വിളി കേട്ടാൽ, സ്ട്രോങ് റബിൾ സംവെയർ ഇൻ ഹിസ് വിതൗട്ട് ബെല്ലി. അയാളുടെ വിശപ്പിൻ്റെ വിളിയാണ് കേൾക്കുന്നത്, അതത്ര ഫീബിളല്ല. ആൻഡ് കെയിം ബൂമിങ് ഔട്ട് ഓഫ് ഹിസ് മൗത്ത്.
അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും അല്ലെ അയാളുടെ വായിൽ നിന്നും വന്ന ആ സൗണ്ട് ഉണ്ടല്ലോ, അമ്മ എന്നുള്ള വിളി, അതൊരു ബൂമിങ് ആയിരുന്നു. വിത്ത് ഇറ്റ്സ് എ ഫ്യൂ റിമൈനിങ് ടീത്ത് സ്ട്രെയിൻഡ് ബ്രൗൺ വിത്ത് ബെറ്റൽ ച്യൂവിങ്, വിത്ത് ഇറ്റ്സ് ഫ്യൂ റിമൈനിങ് ടീത്ത്, അയാളുടെ പല്ലൊക്കെ ഉണ്ട്, കുറച്ച് റിമൈനിങ് ടീത്ത്, കുറേ പല്ലെല്ലാം പോയി, ബാക്കിയുള്ള പല്ലൊക്കെ എങ്ങനെയായിരുന്നു, സ്റ്റെയിൻഡ് ബ്രൗൺ കളറുള്ള പല്ല, വിത്ത് ബെറ്റൽ ച്യൂവിങ്, ബെറ്റിൽ മുറുക്കി ചുവപ്പിച്ച പല്ലുകളാണ്, ഉള്ള പല്ലൊക്കെ ബെറ്റ മുറുക്കി കറ പിടിച്ച് ചുവന്നിരിക്കുന്ന പല്ല, ചുവന്നല്ല ബ്രൗൺ കളർ, മുറുക്കാൻ്റെ കറ പിടിച്ച പല്ലുകളാണ്. രവി ടെൽ ഹിം ദർ ഇസ് നത്തിങ് ലെഫ്റ്റ് ഇൻ ദ കിച്ചൺ, രവി അയാളുടെ പറ അടുക്കളയിൽ ഒന്നുമില്ലെന്ന്. കോൾഡ് രുക്മണി പറഞ്ഞു. ആൻഡ് ഹീ ഈസ് നോട്ട് ടു കം അഗെയിൻ, ഇനി വരണ്ടെന്നും പറ. ടെൽ ഹിം ദാറ്റ്, അയാളുടെ പറ. ഷീ സൗണ്ടഡ് ഫെഡ് അപ്പ്, അതുകൊണ്ട് മടുത്ത രീതിയിൽ അവൾ രുക്മണി വിളിച്ചു പറഞ്ഞത്. ഇവരിവിടെ മടുത്തിരിക്കുന്നു, ഫെഡപ്പ്, ടോട്ടലി ഫെഡപ്പായി, അതുകൊണ്ടാണ് അടുത്തു. രവി ഡിഡ് നോട്ട് ഹാവ് ടു റിപ്പീറ്റ് ഇറ്റ് ഓൾ ടു ദ ബെഗറിനോട് അത് മുഴുവൻ പറയേണ്ടി വന്നില്ല. വാട്ട് ഈസ് മദർ സെഡ് ഹാഡ് ബീൻ ഈസി ഫോർ ദം ഓൾ ടു ഹിയർ, അമ്മ പറഞ്ഞു ഒച്ച എല്ലാവർക്കും കേൾക്കാം. ദർ അണ്ടർ ദ നീം ട്രീ ദ ബെഗർ സാറ്റ് അപ്പ് ആൻഡ് സൈഡ്, അതിൻ്റെ ചുവട്ടിൽ ഇയാൾ എഴുന്നേറ്റിരുന്നു, നിശ്വസിച്ചു, ദീർഘശ്വാസം വിട്ടു. ഐ വിൽ ഗോ ഹീ സെഡ് വെയർലി, അയാൾ ടയേർഡായിട്ട് പറഞ്ഞു, ഞാൻ പൊക്കോളാം. ഒൺലി ലെറ്റ് മീ ലീവ് എ റെസ്റ്റ് ഹിയർ അണ്ടർ ദിസ് ട്രീ, ഞാനൊരു ശകലം നേരം ഇവിടെ ഇരുന്നോട്ടെ. ദ സൺ ഈസ് ഹോട്ട്, സൂര്യൻ ഭയങ്കര ചൂട് കത്തി നിൽക്കുകയാണ്, ഭയങ്കര ചൂടാണ്. ദ ടാർ ഹാസ് മെൽറ്റഡ് ഓൺ ദ റോഡിലാണെങ്കിൽ ചൂടേറ്റ് ടാർ ഉരുകിയിരിക്കുന്നു. മൈ ഫീറ്റ് ആർ ഓൾറെഡി ബ്ലിസ്റ്റേഡ്, എൻ്റെ കാലുകളൊക്കെ തന്നെ കണ്ടോ കുമിളച്ചിരിക്കുന്നു, കാല് പുള്ളി കുമിളച്ചിട്ടുണ്ട്. ഈ റോഡിലൊക്കെ ചെരുപ്പിടാൻ നടക്കുമ്പോൾ ഭയങ്കര ചൂടുകൊണ്ട് കാല് പുള്ളി കുമിളച്ചിട്ടുണ്ട്. He stretched out his feet to show the large pink peeling blisters on the soles of his bare feet. അയാൾ കാല് നീട്ടി. He stretched out his feet to show the large pink peeling blisters on the sole of his bare feet. തൻ്റെ bare feetൽ കാണുന്ന പിങ്ക് നിറത്തിലുള്ള കുമിളകൾ കാണിക്കാൻ വേണ്ടി അയാൾ കാല് നീട്ടിയത്. I suppose he does not have the money to buy chappals. എനിക്ക് തോന്നുന്നു ചപ്പൽസ് വാങ്ങിക്കാൻ ഇയാളുടെ കയ്യിൽ പൈസ കാണില്ല. മൃദു വിസ്പയർ ടു മീന രവി, രവിയോട് മന്ത്രിച്ചു, ഇങ്ങേർക്ക് ചെരുപ്പ് മേടിക്കാൻ പൈസ ഇല്ല. ഹാവ് യു ഗോട്ട് ആൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവെയർ, ഇവിടെ പഴയ ചെരുപ്പ് വല്ലതും എടുക്കാറുണ്ടോ അയാൾ കൊടുക്കാനായിട്ടെന്താ ചോദിച്ചത്. ഹാവ് യു ഗോട്ട് ആൻ ഓൾഡ് പെയർ ഇൻ ദ ഹൗസ് സംവെയർ, വീട്ടിലെവിടെയെങ്കിലും പഴയ ചെരുപ്പുണ്ടോ. ഐ ഡോണ്ട് നോ സർ രവി പറഞ്ഞു, എനിക്കറിയില്ല. മൈൻ ആർ ടു സ്മോൾ ടു ഫിറ്റ് ഈസ് ഫീറ്റ്, എൻ്റെ ചെരുപ്പ് തീരെ ചെറുതാണ്, അയാളുടെ കാലിനത് പാകമാവില്ല. ഓർ ഐ വുഡ് ഹാവ് ഗിവൺ ദം ടു ഹിം, അല്ലെങ്കിൽ ഞാനത് അയാൾക്ക് കൊടുത്തേനെ. ആൻഡ് ഈ സ്വീറ്റ് വേർ ലാർജർ ദാൻ മൃദൂസ് ആൻഡ് മീനാസ്, അയാളുടെ കാലുകൾ മൃദുവിൻ്റെയും മീനയുടെയും കാലിനേക്കാൾ വലുതാണ്. ദ ബഗർ വാസ് ഷേക്കിംഗ് ഔട്ട് ഈസ് അപ്പർ ക്ലോത്ത്സ്, അപ്പോൾ ബഗർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അയാൾ എഴുന്നേറ്റ് തൻ്റെ തോർത്ത് കുടഞ്ഞു. ആൻഡ് ടൈറ്റനിങ് ഹിസ് ധോത്തി, തൻ്റെ മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു. ഹി റൈസ് ഹിസ് ഐസ്, അയാൾ കണ്ണുകൾ ഉയർത്തി. ആൻഡ് ലുക്ക്ഡ് ഫിയർഫുള്ളി അറ്റ് ദ റോഡ്, പേടിയോടെ റോഡിലേക്ക് നോക്കി. ഗ്ലീമിങ് ഇൻ ദ ആഫ്റ്റർനൂൺ ഹീറ്റ്, ഉച്ച കഴിഞ്ഞത്തെ വെയിലിൽ അതിങ്ങനെ തിളങ്ങി നിൽക്കുക. ഹി നീഡ് സംതിങ് ഓൺ ഹിസ് സ്വീറ്റ്സ്, മീന സെഡ്, മീന പറഞ്ഞു, അയാളുടെ കാലിൽ എന്തെങ്കിലും വേണം. ഹിസ് ഐസ്, ഹെയർ ബിഗ് ഐസ് ഫില്ലിങ്, അവൾക്ക് സങ്കടമായി, അവളുടെ കണ്ണുകളിങ്ങനെ നിറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇത് ശരിയല്ല കേട്ടോ. ഹിഷ് സെഡ് രവി പറഞ്ഞു. രവി പറയാണ്, ഐ ആം തിങ്കിങ് അബൌട്ട് ഇറ്റ്, ഞാനത് ആലോചിക്കുക. ബ്ലിസ്റ്ററി, കാല് പുള്ളി കുമിളച്ചു. ഇറ്റ് ഈസ് നോട്ട് ഫെയർ, അത് ശരിയല്ല. ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്, ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. അയ്യോ, പുള്ളിയുടെ കാല് കണ്ടോ പാവം, ഇങ്ങനെ കുമിളച്ചിരിക്കുകയാണ്, അത് നല്ലതല്ല. ഇൻ 2 minutes ഐ വിൽ ബി ഫ്രൈ ഹിസ് സീറ്റ് ഓൺ ദാറ്റ് റോഡ്. 2 minutes കഴിയുമ്പോൾ ഇയാളുടെ കാലിങ്ങനെ ആ റോഡിലിങ്ങനെ ഫ്രൈ ചെയ്യായിരിക്കും, അതായത് കാല് നല്ല പുള്ളുമായിരിക്കും. വാട്ട് ഹീ നീഡ്സ് ഈസ് എ പെയർ ഓഫ് ചപ്പൽസ്, ഇയാൾക്ക് വേണ്ടത് ഒരു പെയർ ചപ്പൽസാണ്. സോ വാട്ട് ഡു വി ഗെറ്റ് ദം, പക്ഷെ നമുക്ക് എവിടെ നിന്നാണ് കൊണ്ടുവരാൻ കഴിയുക. കം ലെറ്റ് us search in the house, നമുക്ക് വീടൊന്ന് നോക്കാം. ഹി പുഷ്ഡ് മൃദു ആൻഡ് മീന ഇൻ ടു ദ ഹൗസ്, മൃദുവിനെയും മീനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി.
Just as she stepped into the veranda, വരാന്തയിലേക്ക് കാല് വെച്ചപ്പോഴേ മൃദുവസ് ഐസ് ഫെൽ ഓൺ ദി ഓൾഡ് ലുക്കിംഗ് ചപ്പൽസ്. മൃദുവിൻ്റെ കണ്ണുകൾ ഉടക്കി. എവിടെയാണ് ഉടക്കിയത്? അൻ ഓൾഡ് ലുക്കിംഗ് ചപ്പൽസ്, പഴയ ഒരു ചെരുപ്പ് കിടക്കുന്നു. ചപ്പൽസ് ഷീ ഹാഡ് നോട്ടീസ് ദം വെൻ ഷീ അറൈവ്ഡ്. വന്നപ്പോൾ കണ്ടതാണ് അവിടെ ഒരു കറുത്ത ചെരുപ്പ് കിടക്കുന്നു. ഇപ്പോൾ അത് ഗ്രേ ആയിട്ട് കളർ പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അത് കണ്ടു. രവി ഷീ വിസ്പേർഡ് ടു ഹിം. രവിയോട് മന്ത്രിച്ചു. അതൊക്കെ പറഞ്ഞു. ഹൂസ് ആർ ദോസ്? ഇത് ആരുടേതാണ്? രവി turned and glanced at the shabby looking but sturdy old slippers. ആ ഷാബി ലുക്കിംഗ് അത്ര വൃത്തിയുള്ളതല്ല, വൃത്തി കെട്ടിയ ചെരുപ്പ്. ഷാബി ലുക്കിംഗ് ആണ്, കഴുകാതൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ നല്ല ബലമുള്ളതാണ്. സ്റ്റേർഡി ഓൾഡ് സ്ലിപ്പേഴ്സിൽ നല്ല ബലമുള്ള ചെരുപ്പിലോട്ട് നോക്കി. ഹി ബീംഡ് ആൻഡ് നോഡഡ്. പണ്ട് മുഖമൊക്കെ ഒന്ന് തിളങ്ങി അവൻ തല നോഡ് ചെയ്തു. ദീസ് ആർ ജസ്റ്റ് ദ റൈറ്റ് സൈസ്. നോക്കാം, ഇത് ശരിക്കുള്ള കൃത്യം പാകത്തിനുള്ളതാണ്. ഹീ സെഡ് പിക്കിംഗ് ദം അപ്പ്. അതെടുത്തു. മൃദു ആൻഡ് മീന ഫോളോഡ് ഹിം. മൃദുവും മീനയും പുറകെ ചെന്നു. നെർവസ്ലി ബാക്ക് ടു ദ ഗാർഡനിലേക്ക് ചെന്നു. ചെരുപ്പൊക്കെ ആയിട്ട് ഇല്ല. ഹിയർ സെഡ് രവി ടു ദ ബെഗർ. ബെഗറിനോട് പറഞ്ഞു, ദേ ഇവിടെ. ഡ്രോപ്പിംഗ് ദ സ്ലിപ്പേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓൾഡ് മാൻ. ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ മുന്നിലേക്ക് ആ സ്ലിപ്പേഴ്സ് അങ്ങോട്ട് ഇട്ടു. വെയർ ദീസ് ആൻഡ് ഡോണ്ട് കം ബാക്ക്. ഇത് ധരിച്ചോളൂ, ഇനി വരരുതേ. ദ ബെഗർ സ്റ്റേർഡ് അറ്റ് ദി സ്ലിപ്പേഴ്സ്. ബെഗർ നോക്കി, ഭിക്ഷക്കാരൻ നോക്കി, സ്ലിപ്പേഴ്സ് നോക്കി. ഹറിലി ഫ്ലങ് ഹിസ് ടവൽ ഓവർ ഹിസ് ഷോൾഡർ. വേഗം തോർത്തെടുത്തു, തോളത്തിട്ടു. പുഷ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ടു ദം ആൻഡ് ലെഫ്റ്റ്. കാലെടുത്ത് ചെരുപ്പിനുള്ളിലേക്ക് തിരികെ എന്നിട്ട് പോയി. മട്ടറിങ് എ ബ്ലെസ്സിങ് ടു ചിൽഡ്രൻ. കുട്ടികളെ എന്തോ മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാണ് പോയത്, ബ്ലെസ്സിങ് പറഞ്ഞിട്ടാണ് പോയത്. ഇൻ എ മിനിറ്റ് ഹി ഹാഡ് വാനിഷ്ഡ് റൗണ്ട് ദി കോർണർ ഓഫ് ദ സ്ട്രീറ്റ്. ഒരു മിനിറ്റിലേൽ വേഗത്തിലാണ് നടക്കുന്നത്, വഴി കൂടെ അങ്ങ് പോയി. The music master came out of the house and took an unappreciative look at the three of them sitting quietly under the tree. മ്യൂസിക് മാസ്റ്റർ പുറത്തോട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പം. He came out of the house and took an unappreciative look at the three of them. അവരെ നോക്കി. എങ്ങനെയാണ്? അൺഅപ്രീഷിയേറ്റീവ് ലുക്കാണ്. അയാൾ കുട്ടികളെ നോക്കി, അത്ര സുഖകരമല്ലാത്ത നോട്ടം. സിറ്റിംഗ് ക്വയറ്റ്ലി അണ്ടർ ദ ട്രീ. അവരെവിടെ ഇരിക്കുന്നത്? മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിള്ളേർ. അപ്പോൾ പുള്ളിക്കാരൻ ഇറങ്ങി വന്ന് നോക്കി. പ്ലേയിങ് മാർബിൾസ്. അവിടെ ഒരു മാർബിൾ വട്ട് കളിക്കുക, മാർബിൾസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഹി സെർച്ച്ഡ് ഫോർ ഹിസ് ചപ്പൽസ് ഇൻ ദ വരാന്ത. പിന്നെ നോക്കി ചെരുപ്പ് വരാന്തയിലുണ്ടോയെന്ന്. വേറെ ഹി ഹാഡ് പുട്ട് ദം. അവ വെച്ച സ്ഥലത്ത് നോക്കി. ലല്ലി ഹീ കോൾഡ്. ലല്ലിനെ വിളിച്ചു. ആഫ്റ്റർ എ ഫ്യൂ മൊമെൻറ്റ്സ്, അല്പം കഴിഞ്ഞിട്ട്, ഷീ ഹറീഡ് അപ്പ് ടു ഹിം. അവൾ ഓടി ചെന്നു. ഹാവ് യു സീ മൈ ചപ്പൽസ്? നീ എൻ്റെ ചെരുപ്പുകൾ കണ്ടോ? മൈ ഡിയർ, ഐ റിമെമ്പർ ഹാവിങ് കെപ്റ്റ് ദം ഹിയർ. ഓ, ഞാൻ ഇവിടെ വെച്ചതായിട്ടാണല്ലോ ഓർക്കുന്നത്. എൻ്റെ ചെരുപ്പ് കണ്ടോ? രവി, മൃദു ആൻഡ് മീന സൈലൻ്റ്ലി വാച്ച്ഡ് ലല്ലി. രവിക്കും മീനയ്ക്കും മൃദുവിനൊക്കെ അറിയാമല്ലോ ചെരുപ്പ് പോയെന്നുള്ള കാര്യം. അവർ നിശബ്ദമായിട്ടിങ്ങനെ വാച്ച് ചെയ്തു ലല്ലി. ആൻഡ് മ്യൂസിക് മാസ്റ്റർ നോക്കി. രവി, മൃദു ആൻഡ് മീന സൈലൻ്റ്ലി വാച്ച് ലല്ലി ആൻഡ് മ്യൂസിക് മാസ്റ്റർ സെർച്ച് എവരി കോർണർ ഓഫ് ദ വരാന്ത. അവരിങ്ങനെ വരാന്തയുടെ എല്ലാ മൂലയ്ക്കും പോയി തപ്പുവാണ്. ഹി സ്കറീഡ് അറൗണ്ട് ലുക്കിംഗ് ഓവർ ദ റെയിലിംഗ് ആൻഡ് ക്രൗച്ചിങ് നിയർ ദ ഫ്ലവർ പോട്ട്സ് ടു ലുക്ക് ബിറ്റ്വീൻ ദം. എല്ലായിടത്തും നോക്കുന്നുണ്ട്. ഫ്ലവർ പോട്ടിൻ്റെ ഇടയിൽ നോക്കി, അങ്ങനെ ആ റെയിലിങ്ങിൻ്റെ ഇടയിൽ നോക്കി. ഇപ്പോൾ പുള്ളി പറയുക, ബ്രാൻഡ് ന്യൂ. ഓ, പുതിയ ബ്രാൻഡായിരുന്നു ദേവയർ. അവയെല്ലാം പുതിയ ബ്രാൻഡ് ചെരുപ്പായിരുന്നു. ഐ വെൻറ്റ് ഓൾ ദ വേ ടു മൗണ്ട് റോഡ് ടു ബൈ ദം. ഞാൻ ഈ മൗണ്ട് റോഡ് ഇത് വാങ്ങിക്കാൻ എത്ര നടന്നെന്നറിയാവോ? ഹേ കെപ്റ്റ് ഓൺ സെയിങ്. അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ദേ കോസ്റ്റ് എ ഹോൾ മന്ത്സ് ഫീസ്. ഡു യു നോ? ഒരു മാസത്തെ ഫീസ് കൊടുക്കണം അത് മേടിക്കണമെങ്കിൽ. സൂൺ ലല്ലി വെൻറ്റ് ഇൻ ടു ടെൽ ഹെർ മദർ. പെട്ടെന്ന് ലല്ലി അകത്ത് എന്ന് അമ്മയോട് പറഞ്ഞു. രുക്മിണി അപ്പിയ. രുക്മിണി വന്നു. ലുക്കിംഗ് ഹറാസ്ഡ്. വന്നത് അല്പം ഹറാസ്ഡായിട്ടാണ്, അലോസരപ്പെട്ടാണ് വന്നത്. ചെരുപ്പ് കാണുന്നില്ലോ. വിത്ത് പാർട്ടി ഫോളോവിങ് ഹെർ. പുറകെ പാർട്ടിയുണ്ട്. വാട്ട് കുഡ് ദേ ബി? വെർ കുഡ് ദേ ബി? എവിടെ ആയിരിക്കാവാ? It is really quite upsetting to think someone might have stolen them. ഓ, ഇത് കഷ്ടമായി പോയല്ലോ.
ആരോ അത് മോഷ്ടിച്ചെന്നാണ് തോന്നുന്നത്. സോ മെനി വെൻഡേഴ്സ് കെയിം ദ ഡോർ. പല കച്ചവടക്കാർ വാതൊക്കെ വരും. വറീഡ് പാട്ടി ദുഃഖിച്ചു. രുക്മിണി കോട്ട് സൈറ്റ് ഓഫ് രവി, മൃദു ആൻഡ് മീന. രുക്മിണി നോക്കുമ്പോൾ രവിയും മൃദുവും മീനയും അവിടെ ഇരിപ്പുണ്ട്. സിറ്റിംഗ് അണ്ടർ ദ ട്രീ. അവർ മരത്തിൻ്റെ ചോട്ടിരിക്കുക. ഹാവ് യു ചിൽഡ്രൻ ഷി ബിഗാൻ ആൻഡ് ദെൻ സീയിങ് ദേ വർ ക്യൂരിയസ്ലി ക്വയറ്റ്. അവർ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇവർ ക്യൂരിയസ്ലി ക്വയറ്റാണ്. ഒരു കള്ളത്തരം കാണിച്ച് വെച്ചിരിക്കുന്ന പോലെ മിണ്ടാതിരിക്കുകയാണ്. അവർ ക്യൂരിയസ്ലി ക്വയറ്റാണെന്ന് കണ്ടപ്പോൾ രുക്മിണി അല്പം കൂടി സ്ലോയിലായി ചോദ്യം. സീൻ എനിവൺ ലർക്കിംഗ് അറൗണ്ട് ദ വരാന്ത. വരാന്തയ്ക്ക് ചുറ്റും ആരെങ്കിലും പതുങ്ങിയൊക്കെ നടക്കുന്നത് കണ്ടോ? എ ഷാർപ്പ് വി ഷേപ്പ് ലൈൻ ഹാഡ് ഫോംഡ് ബിറ്റ്വീൻ ഹെർ ഐബ്രോസ്. അവർ നെറ്റ് ചുളിച്ചു. അനദർ സ്ട്രൈറ്റ് ടൈറ്റർ വൺ അപ്പിയർഡ് ഇൻ പ്ലേസ് ഓഫ് യൂഷ്വലി സോഫ്റ്റ് പ്ലസൻറ്റ് മൗത്ത്സ്. മുഖത്ത് ചുളിവുകളൊക്കെ വീണു. രുക്മിണി വാസ് ആംഗ്രി തോട്ട് മൃദു വിത്ത് എ ഷീവർ. മൃദു പേടിയോടുകൂടി ഒരു വിറയലോടുകൂടി ഓർത്തു, രുക്മിണിക്ക് ദേഷ്യം വന്നു. She would not be so upset if she knew about poor beggar with the sores on his feet. She tried to tell herself. She would not be so upset. രുക്മിണി അത്രയ്ക്ക് അപ്സെറ്റ് ആകുകയില്ല. എപ്പോഴാ? ഇഫ് ഷീ ന്യൂ അബൌട്ട് ദ പുവർ ബഗർ വിത്ത് സോൾസ് ഓൺ ഹിസ് ഫീറ്റ്സ്. കാലില്ല ചൂടിൻ്റെ പൊള്ളലുമായിട്ട് വന്ന ആ മനുഷ്യനെ പറ്റി, ആ ബഗറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപക്ഷേ ഇത്രയ്ക്ക് ദേഷ്യം വരില്ല. ഷീ ട്രൈ ടു ടെൽ ഹെർസെൽഫ്. അവൾ സ്വയം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ടേക്കിംഗ് എ ഡീപ് ബ്രത്ത് ഷീ ക്രൈഡ്. നല്ലപോലെ ശ്വാസം വലിച്ചിട്ട് അവൾ വിളിച്ചു പറയുന്ന പോലെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, രുക്മിണി, ദർ വാസ് എ ബെഗർ ഹിയർ. ഇവിടെ ഒരു ബെഗർ വന്നിരുന്നു, ഒരു ഭിക്ഷക്കാരൻ വന്നിരുന്നു. പൂവർ തിങ്, ഒരു പാവം. ഹേ ഹാഡ് സെറ്റ് ബോയിൽസ് ഓൺ ഹിസ് ഫീറ്റ്. അയാളുടെ കാലിൽ കുമിളകളുണ്ടായിരുന്നു. സോ സെറ്റ് രുക്മിണി ഗ്രിംലി. അതുകൊണ്ട് രുക്മിണി ദേഷ്യത്തോടെ ചോദിച്ചു. ടേണിംഗ് ടു രവി. രവിയുടെ നേരെ തിരിഞ്ഞു. യു ഗേവ് ദ മ്യൂസിക് മാസ്റ്റേഴ്സ് ചപ്പൽസ് ടു ദറ്റ് ഓൾഡ് ബഗർ ഹൂ ടേൺസ് അപ്പ് ഹിയർ. ഇവിടെ വരുന്ന വയസ്സ് എന്ന ആ ഭിക്ഷക്കാരന് നീ മ്യൂസിക് മാസ്റ്ററിൻ്റെ ചെരുപ്പെടുത്ത് കൊടുത്തല്ലേ? ചിൽഡ്രൻ ദീസ് ഡേയ്സ് ആർ ഗ്രോൺഡ്. പാട്ടി പറഞ്ഞു. ചിൽഡ്രൻ ദീസ് ഡേയ്സ്, കുട്ടികൾ ഈ കാലത്തെ. അമ്മ Didn't you tell me about Karna who gave away everything he had? അമ്മ, didn't you tell me? എന്നോട് പറഞ്ഞിട്ടില്ലേ about കർണയെ പറ്റി? who gave away everything he had. ഉണ്ടായിരുന്ന എല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്ത കർണനെ പറ്റി അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഈവൻ ഹിസ് ഇയറിങ്സ്, അദ്ദേഹത്തിൻ്റെ കുണ്ടലങ്ങൾ പോലും കൊടുത്തു, സ്വർണ്ണ കുണ്ടലങ്ങൾ പോലും കൊടുത്തില്ലേ? ഹി വാസ് സോ കൈൻഡ് ആൻഡ് ജനറസ്. അദ്ദേഹം വളരെ ദയവുള്ളവനും ഉദാരമനസ്കരമായിരുന്നില്ലേ? സില്ലി സ്നാപ്ഡ് രുക്മിണി പറഞ്ഞു, മണ്ടത്തരം. കർണ ഡിഡ് നോട്ട് ഗിവ് അവേ അതേഴ്സ് പീപ്പിൾസ് തിങ്സ്. കർണൻ മറ്റുള്ളവരുടെ വസ്തുക്കളല്ല എടുത്തു കൊടുത്തിരിക്കുന്നത്. കർണൻ കൊടുത്തിരിക്കുന്ന അയാളുടെ വസ്തുക്കൾ തന്നെ. ഹി ഒൺലി ഗേവ് അവേ ഹിസ് ഓൺ. കർണ ഡിഡ് നോട്ട് ഗീവ് അവേ അതർ പീപ്പിൾസ് തിങ്സ്. മറ്റുള്ളവരുടെ സാധനങ്ങളൊന്നും അല്ല എടുത്ത് കർണൻ കൊടുത്തിരിക്കുന്നത്. ഹി ഒൺലി ഗേവ് അവേ ഹിസ് ഓൺ. അത് അയാളുടെ മാത്രം സാധനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് മൈ ചപ്പൽസ് വുഡ് നോട്ട് ഹാവ് ഫിറ്റഡ് ദ ബഗേഴ്സ് ഫീറ്റ്. പക്ഷേ എൻ്റെ ചെരുപ്പേ ആ ബഗറിൻ്റെ ഫീറ്റിന് പാകമുള്ളതല്ല. രവി റഷ്ഡ് ബ്രാഷ്ലി ഓൺ ആൻഡ് അമ്മ, ഇഫ് ദേ ഡിഡ് ഫിറ്റ് വുഡ് യു റിയലി നോട്ട് ഹാവ് മൈൻഡഡ്. രവി റഷ്ഡ് ബ്രാഷ്ലി ഓൺ. രവിയാണ് ഇങ്ങനെ പെട്ടെന്നങ്ങ് പറയുക. അന്നമ്മ, ഇഫ് ദേ ഡിഡ് ഫിറ്റ്, അവ കാലിന് ഫിറ്റായിരുന്നെങ്കിൽ വുഡ് യു റിയലി നോട്ട് ഹാവ് മൈൻഡഡ്. അപ്പോൾ എൻ്റെ ചെരുപ്പ് പാകമായിരുന്നെങ്കിൽ അമ്മ ഇപ്പോൾ ഒന്നും പറയുകയില്ലായിരുന്നില്ലേ? രവി എക്സെപ്റ്റ് രുക്മിണി വെരി ആങ്കറിനോ. ഇപ്പോൾ നല്ല ദേഷ്യത്തിലാണ്. ഗോ ഇൻ സൈഡ് ദിസ് മിനിറ്റ്. ഇപ്പോൾ തന്നെ അകത്തോട്ട് പോടാന്ന് പറഞ്ഞു. ഷി ഹറീഡ് ഇൻഡോഴ്സ്. അവർ വേഗം അകത്തേക്ക് പോയി. ആൻഡ് ബ്രോട്ട് ഔട്ട് ഗോപു മാമാസ് ഹാർഡ്ലി വോൺ ന്യൂ ചപ്പൽസ്. എന്നിട്ട് ഗോപു മാമയുടെ അധികം ധരിക്കാത്ത ഒരു പുതിയ ചെരുപ്പ് എടുത്തുകൊണ്ട് വന്നു. ദീസ് ഷുഡ് ഫിറ്റ് യു. ഇത് തീർച്ചയായിട്ടും കാലിൽ പാകമാകും. സർ പ്ലീസ് പുട്ട് ദീസ് ഓൺ. സാറേ ഇത് കാലിലിട്ടു. ഐ ആം സോ സോറി. എനിക്ക് ദുഃഖമുണ്ട്. മൈ സൺ ഹാസ് ബീൻ വെരി നോട്ടി. എൻ്റെ മകൻ ഒരു കുസൃതിയായിപ്പോയി. ദി മ്യൂസിക് മാസ്റ്റേഴ്സ് ഐസ് ലിറ്റർ.
മ്യൂസിക് മാസ്റ്ററുടെ കണ്ണൊന്ന് തിളങ്ങി, കാരണം ഇത് പുതിയ ചെരുപ്പാണ്. ഹീ പുട്ട് ദം ഓൺ, അതുപോലെ കാലിലിട്ടു. ട്രൈ നോട്ട് ടു ലുക്ക് സോ ഹാപ്പി, അത്ര ഹാപ്പിയാണെന്ന് തോന്നിക്കണ്ടെന്ന് വെച്ചു, കാരണം ഇപ്പം മോശമല്ലേ. ട്രൈ നോട്ട് ടു ലുക്ക് ടു ഹാപ്പി, അത്ര ഹാപ്പിയാണെന്ന് കാണിച്ചില്ല. വെൽ ഐ സപ്പോസ് ദീസ് വിൽ ഹാവ്, എനിക്ക് തോന്നുന്നു ദിസ് വിൽ ഹാവ് ടു ഡു, ഇത് മതി എന്നാണ് തോന്നുന്നത് എന്ന് മാസ്റ്റർ പറഞ്ഞു. ദീസ് ഡേയ്സ് ചിൽഡ്രൻ ഹാവ് നോ റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, വാട്ട് ടു ഡു. ഓ, ഈ കാലത്തെ പിള്ളേർക്ക് മുതിർന്നതുകൊണ്ട് യാതൊരു ബഹുമാനമില്ല, എന്താ ചെയ്യുക. എ ഹനുമാൻ ഇൻകാർണേറ്റ്, ഒരു ഹനുമാൻ്റെ ജന്മം. ഉള്ളി രാം ക്യാൻ സേവ് സച്ച് എ നോട്ടി ഫെലോ, രാമന്, ദൈവത്തിനെ ഇവനെയൊക്കെ രക്ഷിക്കാൻ കഴിയുള്ളൂ ഇങ്ങനത്തുള്ള വികൃതികളെ. രുക്മിണി സൈസ് ഫ്ലാഷ്ഡ്, പെട്ടെന്ന് രുക്മിണിൻ്റെ കണ്ണുകളങ്ങ് ഫ്ലാഷ്ഡ്, അവളുടെ കണ്ണുകളങ്ങ് തിളങ്ങി. ഷീ ഡിഡ് നോട്ട് സീം ടു ലൈക്ക് രവി ബീയിങ് കോൾഡ് മങ്കി, രവിയെ കുരങ്ങൻ എന്നുള്ള രീതിയിൽ വിളിച്ചത് രുക്മിണിക്ക് ഇഷ്ടമായില്ല. ഈവൻ എ ഹോളി മങ്കി, ഹനുമാൻ എന്നാണ് പറഞ്ഞത്, എന്നിട്ടും ഇഷ്ടമായില്ല. ഷീ സ്റ്റുഡ് സ്റ്റിഫ് ആൻഡ് സ്ട്രെയിറ്റ് ബൈ ദ ഫ്രണ്ട് ഡോർ, അവരാണ് വാതിക്കൽ ഇങ്ങനെ സ്റ്റിഫായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ നിന്നു, വടി പോലെ അങ്ങനെ നിന്നു. ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ഹി വാണ്ടഡ് ഹിം ടു ലീവ് ക്വിക്ക്ലി. ഇറ്റ് വാസ് ക്ലിയർ ഷീ വാണ്ടഡ് ഹിം ടു ലീവ് ക്വിക്ക്ലി. അപ്പം ഇയാൾ ഇട്ടുകൊണ്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. വെൻ ഹി ഹാഡ് ക്ലാറ്റേഡ് ഓഫ് ഹിസ് ന്യൂ ചപ്പൽസ്, അത് ചിലപ്പോൾ ഇട്ടൊരു കാലമായിട്ടുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴേ ഷീ സെഡ്, അയാൾ പറഞ്ഞു, മൃദു കം ഇൻ ആൻഡ് ഗേവ് ഹിം ഹാവ് സം ടിഫിൻ. മൃദു വന്നേ, അല്പം ആഹാരം കഴിച്ചേ. ഓണസ്റ്റ്ലി ഹൗ ഡു യു ചിൽഡ്രൻ തിങ്ക് ഓഫ് സച്ച് തിങ്സ്, നിങ്ങൾ പിള്ളേരെന്താ വിചാരിക്കുക. താങ്ക് ഗോഡ് യുവർ ഗോപുമാമോ ഡസ് നോട്ട് വെയർ ഹിസ് ചപ്പൽസ് ടു വർക്ക്. ദൈവത്തിന് നന്ദി, ഗോപമാമ അങ്ങനെ, ഹീ ഡസ് നോട്ട് വെയർ ഹിസ് ചപ്പൽസ് ടു വർക്ക്. ഈ ചെരുപ്പ് ജോലിക്കൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ജോലിക്ക് പോകുമ്പോൾ ഈ ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ആസ് ഷീ വാക്ക്ഡ് ടുവേഴ്സ് ദ കിച്ചൺ, അടുക്കളയിലോട്ട് പോകുമ്പോൾ പറഞ്ഞു, വിത്ത് മൃദു ആൻഡ് മീന, മൃദുവും മീനയായിട്ട് അടുക്കളയ്ക്ക് പോകുമ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു. ഷീ സഡൻലി ബിഗാൻ ടു ലാഫ്, പെട്ടെന്ന് അവൾ ചിരിക്കാൻ തുടങ്ങി. But he is always in such a hurry to throw off his shoes and socks, to get off his chappals as soon as he comes home. അദ്ദേഹം വന്നു കഴിയുമ്പോഴേ വളരെ പെട്ടെന്ന് ആ ചെരുപ്പും ഷൂസും ഒക്കെ വലിച്ചെറിയുന്നത്. എന്തിനാ? ടു ഗെറ്റ് ഇൻ ദ ചപ്പൽസ് ആസ് സൂൺ ആസ് ഹി കംസ് ഹോം. വീട്ടിൽ വരുമ്പോൾ ഷൂസൊക്കെ ഇട്ടേച്ച് പെട്ടെന്ന് ചെരുപ്പിടാൻ വരുന്നതാണ്. What is your mama going to say this evening when I tell him I gave his chappals to the music master? എന്തായിരിക്കും പറയുന്നത്? വാട്ട് ഈസ് യുവർ മാമ ഗോയിങ് ടു സേ, നിൻ്റെ മാമ എന്നാ പറയും ഈ വൈകുന്നേരം? വെൻ ഐ ടെൽ ഹിം ഐ ഗേവ് ഹിസ് ചപ്പൽസ് ടു ദ മ്യൂസിക് മാസ്റ്റർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ചെരുപ്പെടുത്ത മ്യൂസിക് മാസ്റ്ററിന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇനി എന്തായിരിക്കും അദ്ദേഹം പറയുന്നത്? ദിസ് ലെസൺ ഈസ് റിട്ടൺ ബൈ വസന്ത സൂര്യ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.